ലാസ്റ്റ് പ്ലെയർ ആരാ? ലാസ്റ്റ് പ്ലെയർ കൊറഞ്ചു കൊറാക്സിന്റെ ആരാ കൊറഞ്ചു നേരത്തെ ഇല്ലായിരുന്നു അപ്പൊ കളിക്ക് ഉണ്ടായിരുന്നു കൊറാക്സ് ആയിരുന്നു സ്റ്റോക്കർ ഫസ്റ്റ് ലൈനപ്പിലല്ലേ. ഞാൻ കാര്യം കേട്ടാ എടാ അപ്പൊ കൊറഞ്ചു നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതെ ഇപ്പൊ ആ സ്റ്റോക്കർമാരെ ആരാ കയറിയെന്ന് ചോദിക്കുന്നത്? സ്റ്റോക്കറിന് ആരും ഇല്ലല്ലോ, സ്റ്റോക്കർ ഫസ്റ്റ് ലൈനപ്പിലേ ഉണ്ടല്ലോ. എടാ അപ്പൊ 10ാമത്തെ ആളാ ടർഫ് കളിക്കുന്ന. 10ാമത്തെ ആളാണ് ഇപ്പൊ മെക്സിക്കൻ വന്നത്, അത് കൊറാക്സിന്റെ പകരം. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എടാ മരുന്ന് ഡബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ, പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? മരുന്ന് കപ്പി. അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് കപ്പിയില്ലേ. എടാ അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ടർഫിൽ പൊറിഞ്ചു ഉണ്ടായിരുന്നോ? നിന്നെ ഞാൻ കൊല്ലും. എടാ മയിലേ, സ്റ്റോക്കറിന് പകരം ഇപ്പൊ ആരാ വന്നതെന്ന് പറ. സെക്കൻഡ് ലൈനപ്പിൽ സ്റ്റോക്കർ ഇല്ല. സ്റ്റോക്കർ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടായിരുന്നോ? സ്റ്റോക്കർ ഇപ്പൊ പോയില്ലേ? പൊറഞ്ചുനെ നീ അവിടെ തന്നെ വെച്ചോ. അപ്പൊ സ്റ്റോക്കർ പോകുമ്പോ 9 ആളല്ലേ ലൈനപ്പിൽ ഉണ്ടായിരുന്നേ. ആ 10ാമത്തെ ആളാരാണ് ഇനി? 10ാമത്തെ ആള് കൊറക്സ് ആണ് വരാനുള്ളത്. എടാ അപ്പൊ അതിന് പകരം വേറെ ആരും ഇറക്കിയോ? അതാണ് മെക്സിക്കൻ പറഞ്ഞു. എടാ ബോബ്സേ, നിന്നെ ഞാൻ കൊല്ലും. നീ അമ്പി കളിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് കേട്ടില്ലേ? എടാ നീ ആ ലൈനപ്പിന്റെ കാര്യം വിട്. സെക്കൻഡ് ലൈനപ്പ് നീ ഇട്ടത് മറന്നു കളാ. നീ ഫസ്റ്റ് ലൈനപ്പിൽ കൊറാക്സും അല്ല കൊറഞ്ചും സ്റ്റോക്കറും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന് സ്റ്റോക്കർ പോയി. എടാ മയ്യ, നീ എന്നെ അമ്പി കളിപ്പിക്കരുത് കേട്ടില്ലേ? എടാ ഫസ്റ്റ് ലൈനപ്പില് ആരാ അപ്പൊ വരുന്നത്? അതാണ് ഇപ്പൊ മെക്സിക്കൻ ഇറക്കാന്ന് വിചാരിച്ചു. അപ്പൊ സ്റ്റോക്കർ ഉണ്ടോ കളിക്കാൻ? ഇല്ല. എടാ എടാ മയ്യ, നിനക്ക് പോയിട്ട് വല്ല പ്രാന്താശുപത്രി കയറി കളാ. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് കപ്പിയില്. അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. വയ്യ എനിക്ക്. സ്റ്റോക്കറിനെ കയറ്റണമെന്നും വ്യക്തമായിട്ട് പറഞ്ഞാ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? എടാ സ്റ്റോക്കർ പോയെന്നല്ലേ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത് ആരാ 10ാമത്തെ ആള് കളിക്കുന്നത്? 10ാമത്തെ ആളാണ് കൊറാക്സ്. കൊറാക്സ് വന്നില്ല. കൊറാക്സ് ഇല്ല, അതെനിക്ക് മനസ്സിലായി. കൊറാക്സ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. കൊറാക്സിന് പകരം ആരാണ്? സ്റ്റോക്കർ ഉണ്ടോ ഇവിടെ ഓൾറെഡി? സ്റ്റോക്കർ ഇല്ല. അപ്പൊ 2 ആളെ പൊറിഞ്ചോടെ കേറി. അപ്പൊ സ്റ്റോക്കറിന് പകരം ഒരാളും കൂടെ കേറണ്ടേ ഇനി? 67 പേരുണ്ട് സ്റ്റോക്കറിന്റെ. 67 പേര് റേഡിയോയില്. ഏത് റേഡിയോയിൽ 67 പേര് ഇരിക്കുന്നത്? 10ാമത്തെ ആളാ വരെ പുതിയതായിട്ട് കയറി. ബ്രോക്കറക്സ് ആണോ? അല്ലല്ല, അവനൊക്കെ ഓൾറെഡി ഉണ്ട്. ആ ലൈനിപ്പ് മിസ്റ്റേക്ക് ആയിട്ടായ. എടാ ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ഈ റേഡിയോയില് 10 പേരാണോ കളിക്കുന്നത്? കിച്ച് വന്ന് കഴിഞ്ഞ ലൈനിപ്പിൽ കിച്ച് ഉണ്ടായിരുന്നില്ല. കിച്ച് വന്ന്. അപ്പൊ അത് പറഞ്ഞ എനിക്ക് 2ാമത്തെ ലൈനപ്പ് ഞാൻ കണ്ടിട്ടില്ല. എടാ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ച സ്റ്റോക്കറിന് പകരം ഇനി ആരാ വരുന്നതെന്നാ ചോദിച്ചു. സ്റ്റോക്കറും പൊറിഞ്ചു സെക്കൻഡ് ലൈനപ്പ് ഇല്ലായിരുന്നു. അതിന് സ്റ്റോക്കർ ഇല്ലല്ലോ, ഫസ്റ്റ് ലൈനപ്പിലെ സ്റ്റോക്കർ ഉള്ളത്. പോട്ടെ വണ്ടി കിട്ടിയ. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കാണൂലല്ലോ. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്.